നമസ്കാരം. അന്വേഷണാത്മക പത്രപ്രവർത്തന ചരിത്രത്തിൽ അത്യപൂർവമായൊരു ഗവേഷണമായിരുന്നു 1988 മലയാള പത്രലോകത്ത് ഉണ്ടായത്. മലയാള മനോരമ ശതാബ്ദി ആഘോഷിച്ച നാളുകളിലാണ് 100 വർഷത്തിൻ്റെ ചരിത്രവും സത്യവും തേടി ദേശാഭിമാനി രംഗത്തിറങ്ങിയത്. ദേശാഭിമാനിയുടെ ലേഖകൻ ജി ശക്തിധരൻ എഴുതിയ ആ പരമ്പരയുടെ പേര് വിഷവൃക്ഷത്തിൻ്റെ അടിവേരുകൾ തേടി എന്നായിരുന്നു. സാധാരണ പത്രപരമ്പരകൾ പോലെ 4-5 ദിവസത്തെ പരമ്പരയായിരുന്നില്ല ഇത്. 1988 ഒക്ടോബർ 17 മുതൽ 31 വരെ 14 ലക്കങ്ങളായിട്ടാണ് ശക്തിധരൻ മനോരമയുടെ അടിവേര് മാന്തിക്കൊണ്ടിരുന്നത്. അക്ഷരമുറജപം എന്ന തലക്കെട്ടിൽ ആദ്യ ദിവസത്തെ പരമ്പര തുടങ്ങുന്നത് ഇങ്ങനെയാണ്. തിരുവിതാംകൂർ രാജാക്കന്മാർ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ 6 കൊല്ലം കൂടുമ്പോൾ മുറജപം നടത്താറുണ്ടായിരുന്നു. രാജ്യം വെട്ടിപ്പിടിക്കുന്നതിനിടയ്ക്ക് ചെയ്യേണ്ടി വരുന്ന കൊടും ക്രൂരതയ്ക്കും ഹിംസയ്ക്കും പാപപരിഹാരമായിട്ടായിരുന്നു മുറജപം. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകം ക്ഷണിച്ചു വരുത്തിയ പ്രഗത്ഭ ഓത്തന്മാരായ നമ്പൂതിരിമാർ കഴുത്തറ്റം വെള്ളത്തിലിറങ്ങി നടത്തുന്ന ജപവിധിയാണ് ഇത്. 100ാം പിറന്നാൾ ആഘോഷിച്ച് മലയാള മനോരമ കാട്ടിക്കൂട്ടുന്ന കോലാഹലം ഈ മുറജപത്തെ അനുസ്മരിപ്പിക്കുന്നു. ഡോക്ടർ MJ കോശി, ഡോക്ടർ KM തരകൻ, മൂർക്കോത്ത് കുഞ്ഞപ്പ, TKG നായർ, VKB നായർ, KR ചുമ്മാർ തുടങ്ങിയവരാണ് കഴുത്തറ്റം പ്രതിഫലത്തിൽ മുങ്ങി നിന്ന് മുഖസ്തുതിയുടെ പുതിയ മുറജപം അനുഷ്ഠിക്കുന്നത് എന്നു മാത്രം. സ്വാതന്ത്ര്യ സമര തീർത്ഥത്തിൽ മുക്കി മനോരമയ്ക്ക് പാപമുക്തി നൽകുന്ന വിലപിടിച്ച ദൗത്യമാണ് ഇക്കൂട്ടർ ഏറ്റെടുത്തിട്ടുള്ളത്. പക്ഷേ ഈ അക്ഷരമുറജപം കൊണ്ടൊന്നും കഴുകിക്കളയാവുന്നതല്ല മനോരമയുടെ ശരീരത്തിലും ആത്മാവിലും പതിഞ്ഞ സാമ്രാജ്യ ദാസ്യത്തിൻ്റെയും രാജാധികാര ദാസ്യത്തിൻ്റെയും കളങ്കമുദ്രകൾ. മനോരമയുടെ 100 വർഷം തികച്ച കണക്കിനെ തന്നെ ശക്തിധരൻ പരമ്പരയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. മനോരമ പത്രം പുറത്തിറങ്ങിയ ദിവസം അടിസ്ഥാനമാക്കി നോക്കിയാൽ 1990 മാർച്ച് 22-നാണല്ലോ ശതാബ്ദി ദിനം. 25ാം വാർഷികമായ രജത ജൂബിലി 1915-ലായതിലും അസാധാരണത്വമില്ല. ഷഷ്ടിപൂർത്തിയും വജ്ര ജൂബിലിയും മുറപ്രകാരം തന്നെ കൊണ്ടാടി. പക്ഷേ പ്ലാറ്റിനം ജൂബിലിയും കഴിഞ്ഞ് ജന്മശതാബ്ദിയിലെത്തിയപ്പോൾ സ്വന്തം ജന്മദിനത്തെ 2 വർഷത്തേക്ക് പിന്നോട്ട് വലിച്ചു. പത്രത്തിൽ പരമ്പരയായി വന്നപ്പോൾ വായിക്കാത്തവർക്കും വായിച്ചവർക്ക് സൂക്ഷിച്ചു വെക്കാനും വേണ്ടി സ്വന്തം ചരിത്ര നിർമ്മിതി ജി ശക്തിധരൻ അധികം വൈകാതെ വിഷവൃക്ഷത്തിൻ്റെ അടിവേരുകൾ തേടി എന്ന പേരിൽ തന്നെ പുസ്തകമാക്കി ഇറക്കി. കൊച്ചിയിലെ റൗണ്ട് ടേബിൾ ആയിരുന്നു പ്രസാധകർ. 5 രൂപ വിലയിട്ട പുസ്തകത്തിൻ്റെ കവർ ഡിസൈൻ ചെയ്തത് CN കരുണാകരനായിരുന്നു. പുസ്തകം ഇറങ്ങിയിട്ട് 3.5 പതിറ്റാണ്ടായി. അതിലെ അച്ചടിയൊക്കെ മാഞ്ഞു തുടങ്ങി. പകർപ്പവകാശം സ്വന്തം കയ്യിലുണ്ടെങ്കിൽ ശക്തിധരന് വേണമെങ്കിൽ പുസ്തകം വീണ്ടും പ്രസിദ്ധീകരിക്കാവുന്നതാണ്. ഒരു കാര്യം ഉറപ്പാണ്, പുസ്തകം അന്നത്തെ പോലെ ഇന്നും ചൂടപ്പം പോലെ വിറ്റുപോകും. അടുത്ത കഥ പിസയിലെ ചരിഞ്ഞ ഗോപുരത്തിൻ്റെ പേരിൽ ദീപികയ്ക്ക് പിഴ കിട്ടിയത് എന്തുകൊണ്ട്? കാത്തിരിക്കുക.